ഹായ്, സേ ഹായ്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം പാക്ഡ് ആണ്, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് അവിടെ അമ്മയൊക്കെ ഇരിക്കുന്നുണ്ട്. എന്താ അറിയില്ല, ഒരുമാതിരി എല്ലാം കൂടെ മിക്സഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ഒക്കെയാണ് ഇപ്പോൾ ഉള്ളത്. എന്താണെന്നൊന്നും അറിയില്ല, കരച്ചിലൊന്നും വരുന്നില്ല സീരിയസ്ലി. പക്ഷേ നമുക്ക് നോക്കാം ഇനി എന്തൊക്കെ സംഭവിക്കുന്നുള്ളത്. ഈ റൂം ആൻഡ് എല്ലാം ഞാൻ മിസ് ചെയ്യും. പക്ഷെ അപ്പുവിൻ്റെ അടുത്തേക്കാണ് പോണേന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ബാക്കി ഇനി വീഡിയോയിൽ കാണാം. 25-ാം തീയതി 12:30 നമ്മൾ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടിയും ഡ്രസ്സസും എല്ലാം നമ്മുടെ സോഫയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. പോരാത്തതിന് നമ്മുടെ ഫാമിലി പാത്രങ്ങളും പൊടികളും എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് ഇത് തീർന്നത്. ഇപ്പം നമ്മളിങ്ങനെ പെട്ടി സീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഫിനിഷായി, പെട്ടി സീൽ ചെയ്തു. ഒരു ഭാഗത്തിന് മാറ്റി വെച്ചാൽ മാത്രം മതി, എല്ലാം സെറ്റാണ്. മതി നോക്കി എനിക്കാണ് എന്നോടാണ് താങ്ക്സ് പറയേണ്ടത്. തീർച്ചയായും പണിയെടുക്കണായിട്ട് ഇതാണ് ഒരു സ്റ്റാൻഡേർഡ്. ഇതാണ് സ്റ്റാൻഡേർഡ് ഈ ലെവല്. അപ്പോൾ എല്ലാവരും റെഡിയാണ്, എയർപോർട്ടിൽ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. മുഖം കാണിക്കണം. കണ്ടല്ലോ കാണിക്കും, കണ്ടില്ല എന്നെ. ഇങ്ങോട്ട് വാ. എന്താ ഇതുവരെ എനിക്ക് സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ പാക്ക് ചെയ്ത പെട്ടിയെല്ലാം പുറത്തെടുത്ത് കാറിലേക്ക് കയറ്റാനുള്ള ഒരു സമയമായപ്പോൾ ഭയങ്കരമായിട്ട് എന്തോ ഒരു വല്ലാത്ത ഫീലാണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ടില്ല നമ്മളെ വീട്ടിലേക്ക് വരുള്ളൂ, നമ്മുടെ റൂമിലേക്ക് വരുള്ളൂ. അതൊക്കെ ആലോചിക്കുമ്പോൾ വീട്ടുകാരെല്ലാവരും മിസ് ചെയ്യുന്നതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടമായി. ഇതിന് കൂടാതെ ഞാൻ അറിയാതെ എൻ്റെ സിസ്റ്ററിനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. സേഫ് ജേർണി ആയിട്ടെത്തി. ഐ നോ ഇറ്റ്സ് ടു പെയിൻഫുൾ, വീട്ടുകാരെയൊക്കെ വിട്ട് ഇത്രയും ദൂരം മാറി നിൽക്കുക എന്നുള്ളത്. പക്ഷേ ഏട്ടൻ്റെ കൂടെ അവിടെ ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് നല്ലൊരു ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോവുക ആൻഡ് എത്രയും പെട്ടെന്ന് സെറ്റിൽ ആവുക. ആൻഡ് ഐ എം ഗോണ മിസ് യു ബിക്കോസ് യു ആർ ദ ബെസ്റ്റ് ഏട്ടത്തി എവർ. എനിക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഓപ്പണായിട്ട് പറയാൻ പറ്റും. ആൻഡ് ഐ ലവ് യു സോ മച്ച്. ഹൈ ഗൈസ്, ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോവാണ്. സ്വാതിമോളെ കൊണ്ടുവിടാൻ പോവാണ്. സ്വാതിമോളെ യൊക്കെ പോയാണ് നമ്മൾ ബ്ലോക്ക് ചെയ്യോ അതോ നമ്മളെ കരയെടുത്തോ നമുക്ക് കണ്ടറിയാം. ബ്ലോക്ക് ചെയ്യാനാണ് പ്ലാൻ. അടുത്തതായി സ്വാതിമോളുടെ ഒരു ഗാനാലാപനം. അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് ഞാൻ കയറുന്നത്. കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. കാലിക്കറ്റ് ടു അബുദാബി, അബുദാബി ടു ലണ്ടൻ, അങ്ങനെയാണ് നമ്മുടെ കണക്ഷൻ ഫ്ലൈറ്റ് വരുന്നത്. ഇത്തിഹാദ് എയർവേസ് ആണ് ചൂസ് ചെയ്തിട്ടുള്ള ഫ്ലൈറ്റ് കേട്ടോ. എല്ലാവരോടും ബൈ പറഞ്ഞ് ഞാൻ ചെക്ക് ഇൻ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ചെക്ക് ഇൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ക്യൂ നിന്നിട്ട് ചെക്ക് ഇൻ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞു വേഗം പോയിട്ട് വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഹാൻഡ് ബാഗിലൊക്കെ കുറച്ച് വെയിറ്റ് ഓവറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഇമിഗ്രേഷനാണ് കേട്ടോ ഇത്ര ക്യൂ വന്നിട്ടുള്ളത്. ഒരുപാട് ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും കുറവ് ക്യൂ ഉള്ളിടത്ത് പോയി നിൽക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിന്നത്. അപ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. അറിയില്ല, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. കയറിയപ്പോൾ നമ്മൾ ജയൻറ്റ് വീലിലൊക്കെ കയറുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു.
അപ്പോൾ ഇതായിരുന്നു ഡിന്നർ. റൈസ് ഉണ്ടായിരുന്നു, അതുപോലെ ഫിഷ് കറിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു നാൻ ഉണ്ട്, അതുപോലെ തന്നെ ബട്ടർ ഉണ്ടായിരുന്നു. പിന്നെ കോഫി കിട്ടിയിട്ടുണ്ടായിരുന്നു, വൈൻ ഉണ്ടായിരുന്നു, ഡെസേർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ഒരു ചിക്ക് പീസിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാൽ ഈ ദുബായ് ഒരു സംഭവമാണല്ലേ. അപ്പോൾ അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു. സയ്യിദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് കേട്ടോ പേര്. സൂപ്പർബാണ്, നടന്ന് കാണാൻ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ടൈം പോയത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 2 മണിക്കൂറാണ് നമുക്ക് വെയിറ്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ലേ ഓവർ ടൈം. പക്ഷേ 2 മണിക്കൂറൊക്കെ എത്ര പെട്ടെന്നാണ് പോയത് എനിക്കറിയില്ല. എനിക്ക് ഫ്ലൈറ്റിൽ നിന്ന് 2 ഫ്രണ്ട്സിനെ കിട്ടി. അപ്പോൾ അവരുടെ കൂടെ നമ്മളിങ്ങനെ ഈ എയർപോർട്ട് കംപ്ലീറ്റ്ലി ഒന്ന് ചുറ്റിയടിച്ച് കണ്ടു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഞാനങ്ങനെ അബുദാബി ടു ലണ്ടൻ ഇത്തിഹാദ് എയർവേസിലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ. ഇത് നമുക്ക് മൂവിയൊക്കെ കാണാനുള്ള ഹെഡ്ഫോൺ, പിന്നെ അതുപോലെ ഉറങ്ങാനാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു നാപ്പ് കവറൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കുഞ്ഞു ടൂത്ത് പേസ്റ്റ് ആൻഡ് ടൂത്ത് ബ്രഷൊക്കെ ഉണ്ട്. ഇതൊരു റാപ്പാണ് കേട്ടോ, കഴിക്കാൻ വേണ്ടി തന്നതാണ്. പിന്നെ കൂടെ കോഫി ഉണ്ടായിരുന്നു കേട്ടോ. മാപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ എത്തി, എത്ര സമയം ഇനി എടുക്കും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എത്ര മൂൺ കാണുന്നുണ്ട് ഗൈസ്? മൂൺ കണ്ടുകൊണ്ട് അതിന് ഭംഗി കണ്ടുകൊണ്ടാണ് ഞാനത് എടുത്തത്. ഭയങ്കര ഡാർക്കാണ്, നൈറ്റാണല്ലോ. അപ്പോൾ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്: ചിക്കൻ ആൻഡ് ഓംലെറ്റ്, സോസേജ്, അതുപോലെ ആപ്പിൾ സൈഡർ ജ്യൂസ്, പിന്നെ നമുക്ക് കുറച്ച് ഫ്രഷ് ഫ്രൂട്ട്സ് ഉണ്ട്, ഡെസേർട്ട് ഉണ്ട്, മാംഗോ ആൻഡ് കേർഡ് ആൻഡ് ലസ്സി ഡെസേർട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ലാൻഡ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിലും നല്ല സ്കൈ പ്രതീക്ഷിച്ചതാണ്, പക്ഷെ നമ്മൾ നൈറ്റാണ് യാത്ര. അതുകൊണ്ട് തന്നെ പുറത്തത്തെ സ്കൈ ഒന്നും എനിക്ക് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇവിടെ എത്തിയപ്പോഴാണെങ്കിൽ നമ്മൾ ടെയിൽ എൻഡിലാണ് നമ്മുടെ സീറ്റ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുറത്തത്തെ കാഴ്ചകൾ ഞാൻ വിചാരിച്ച അത്ര ഭംഗിയിൽ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ആക്ച്വലി കുറച്ച് ക്ലൗഡി ആയിട്ടുള്ള ഏരിയ ആണ്. നമ്മൾ വന്നിറങ്ങുമ്പോൾ തന്നെ ലണ്ടനിൽ നല്ല മഴയാണ്, ഭയങ്കര ക്ലൗഡിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ലൊരു വെതർ കിട്ടിയിട്ടില്ല കേട്ടോ അത് എടുക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് ക്ഷമിക്കാം. When your bags arrive, our team may remove them from the carousel to allow other bags to be delivered. You will then be able to collect them from next to the designated carousel. Please. എയർപോർട്ടിൽ കുറച്ച് ദൂരമായിട്ടാണ് നമ്മൾ ലാൻഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എയർപോർട്ടിലേക്ക് നമുക്കൊരു ബസ് ഉണ്ടായിരുന്നു കേട്ടോ, നമ്മൾ അങ്ങോട്ടേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കണ്ടോ, നല്ല മഴയാണ് പുറത്ത്. അപ്പോൾ ഞാൻ വന്ന ദിവസം തന്നെ നല്ല മഴയാണ്, നല്ലൊരു ക്ലൈമറ്റ് വെതർ എനിക്ക് കിട്ടിയില്ല. നല്ല സങ്കടമുണ്ട്, പക്ഷേ ഇതൊക്കെ കാണാൻ പറ്റിയല്ലോ അല്ലേ. കണ്ടു ഗൈസ്. അപ്പോൾ എത്ര ക്യൂ വന്നിട്ടുണ്ട്, ഇത്രയും പേര് നമ്മൾ ഇമിഗ്രേഷന് വെയിറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഞാൻ 9:30-ക്കാണ് ഇറങ്ങിയത്, 7:30 ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു.
അങ്ങനെ നീണ്ട ക്യൂവിന് ശേഷം പുറത്തിറങ്ങി ഇങ്ങനെ അപ്പുവിനെ മീറ്റ് ചെയ്തു. എനിക്ക് ഫ്ലവറൊക്കെ കിട്ടി. ഈ വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ 3 മാസത്തിന് ശേഷം, നീണ്ട 3 മാസത്തിന് ശേഷമാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാം പിക്ക് ചെയ്ത് സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ഭയങ്കര ഹാപ്പിയായി, നല്ല ഹാപ്പിയാണ്. എത്ര ഹാപ്പിയാണ് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. മഴയായതുകൊണ്ട് കുറച്ച് തണുപ്പ് കുറവാണെന്നുള്ളത്. വെൽക്കം ടു ലൂട്ടൻ. കണ്ടല്ലോ, ഇപ്പോൾ ലൂട്ടൻ ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ സ്റ്റേ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇനി വരുന്നതിൻ്റെ ഷോർട്സും ലോങ് വീഡിയോസിൻ്റെയൊക്കെ ഒരു പ്രധാന ഉത്ഭവം ഈ ഒരു പ്ലേസ് തന്നെയായിരിക്കും. അപ്പോൾ വീടുകളൊക്കെ കണ്ടല്ലോ അല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. എല്ലാം ഏകദേശം ഒരുപോലെ ഇരിക്കുന്നുണ്ട്, പക്ഷെ കാണുമ്പോൾ ഭയങ്കര ഒരു ഈ നാട്ടിലെ ഗ്രാമീണ സൗന്ദര്യം പോലെ ഇംഗ്ലണ്ടിലൊരു ഗ്രാമീണ സൗന്ദര്യമാണ് എനിക്ക് തോന്നുന്നത്. കുറേ മരങ്ങളും ചെടികളും പൂക്കളൊക്കെ ഉണ്ടായിട്ട് നല്ല ഭംഗിയുള്ള വീടുകൾ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നിന്നും UK-ക്കുള്ള ജേർണി. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലെ ഒരുപാട് വീഡിയോസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നോളൂ. ബൈ.